ഹായ്, ഹലോ, എൻ്റെ പേര് ഹാഷിം. വി ആർ ക്രിയേറ്റീവ് എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. രേഖാചിത്രം എന്ന മലയാളം മൂവിയുടെ റിമായിട്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. ജോഫൻ ടി ചാക്കോ സംവിധാനം ചെയ്ത് രാമു സുനിൽ കഥ എഴുതി, തിരക്കഥ സംഭാഷണം രാമു സുനിൽ ആൻഡ് ജോൺ മന്ത്രിക്കൽ, പ്രൊഡ്യൂസർ വേണു കുന്നപ്പള്ളി, സമീറ സനീഷാണ് കോസ്റ്റ്യൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത്, ഷമീർ മുഹമ്മദ് എഡിറ്റിംഗ്, DOP ചെയ്തിരിക്കുന്ന അപ്പു പ്രഭാകർ, മുജീബ് മജീദ് മ്യൂസിക് ആൻഡ് BGM. ജോഫൻ ടി ചാക്കോ പുള്ളിക്കാരൻ്റെ രണ്ടാമത്തെ മൂവിയാണിത്. ഇതിനു മുമ്പ് ചെയ്ത മൂവിയായിരുന്നു ദ പ്രീസ്റ്റ് എന്ന മൂവി. മമ്മൂക്കയും മഞ്ജു വാര്യർ, നിഖില വിമലൊക്കെ കേന്ദ്ര കഥാപാത്രങ്ങൾ മൂവിയായിരുന്നു. ത്രില്ലർ മൂവിയായിരുന്നു. പുള്ളിയുടെ രണ്ടാമത്തെ മൂവിയാണ്. അതുപോലെ ഇതിൻ്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത് മുജീബ് മജീദാണ്. എല്ലാവർക്കും അറിയാൻ വിചാരിക്കുന്നു കിഷ്കിന്ത കാണ്ടം എന്ന മൂവിയുടെ ടീമായിരുന്നു. ഇതിലും നല്ല BGM സ്കോറിന് രക്ഷയിലായിരുന്നു. എക്സ്പെഷ്യലി ആ ത്രില്ലിംഗ് സീനൊക്കെ നൈസായിട്ടുണ്ടായിരുന്നു. പിന്നെ ഷമീർ മുഹമ്മദാണ് ഇതിൻ്റെ എഡിറ്റ് ചെയ്തിരിക്കുന്നത്. ഷമീർ മുഹമ്മദ് ഇപ്പോൾ എല്ലാവർക്കും അറിയാം. എക്സ്പെഷ്യലി ഇപ്പോൾ ARM എന്ന് പറഞ്ഞ ബിഗ് മൂവി, അതുപോലെ മാർക്കോ ലേറ്റസ്റ്റ് മൂവി, അതിലൊക്കെ പുള്ളിക്കാരൻ എഡിറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൽ രക്ഷയിലായിരുന്നു. എക്സ്പെഷ്യലി ഇത് രണ്ട് കാലഘട്ടമായിട്ടാണ് ഇതിൻ്റെ കഥ പറയുന്നത്. രേഖാചിത്രം എന്ന മൂവിയുടെ അതിൻ്റെ ബെസ്റ്റ് എഡിറ്റിംഗ് ആയിരുന്നു. ഇതിൽ ഓരോ സീൻസ് നല്ല നൈസായിട്ടുണ്ടായിരുന്നു. എക്സ്പെഷ്യലി ഇതിൻ്റെ എഡിറ്റിംഗ് എടുത്തു പറയേണ്ടതാണ്. അതുപോലെ ഇതിൻ്റെ മൂവിയുടെ എനിക്ക് ബെസ്റ്റ് പാർട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത് ഇതിൻ്റെ സ്ക്രീൻ പ്ലേ ആണ്. നല്ല പവർഫുൾ സ്ക്രീൻ പ്ലേ ആണ്. ഓരോ ക്യാരക്ടർ അവർ എഴുതിയിരിക്കുന്നത് അതിൻ്റെ 2 മടങ്ങ് അവർ പെർഫോം ചെയ്തിട്ടുണ്ട്. ഓരോ ക്യാരക്ടർ ഇപ്പോൾ എടുത്തു പറയേണ്ടത് ഇപ്പോൾ ആസിഫ് അലി ചെയ്ത ക്യാരക്ടർ, അനശ്വരരാജൻ ചെയ്ത ക്യാരക്ടർ, അതുപോലെ മനോജ് കിഷൻ, സെറിൻ ഷിയാബ്, സായ് കുമാറും, ഇന്ദ്രൻസ്, എല്ലാവരും ഓരോ ഇപ്പോൾ ഒരുപാട് ക്യാരക്ടേഴ്സിൽ വരുന്നുണ്ട്. അതായത് ത്രൂ ഔട്ട് വരുന്ന ക്യാരക്ടേഴ്സ് ഒരുപാടുണ്ട്. 1-2 സീനിലുള്ള ക്യാരക്ടർ ഒരുപാടുണ്ട്. പക്ഷെ അവരൊക്കെ നല്ല പെർഫോമൻസ് ആയിരുന്നു, രക്ഷയിലായിരുന്നു. ഇതൊരു മിസ്റ്ററി ത്രില്ലർ മൂവിയാണ്. എനിക്ക് എൻ്റെ ബിഗിനിങ് സീൻ മുതൽ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. എക്സ്പെഷ്യലി ബിഗിനിങ്ങിൽ സ്റ്റാർട്ടിങ് തന്നെ ഒരു 2 കുട്ടികൾ നടന്നു വരും. അപ്പോൾ ഒരു കുട്ടി ഒരു സ്റ്റോറി നരേറ്റ് ചെയ്യാണ് മറ്റേ കുട്ടിയോടും. ആ സീൻ മുതൽ എൻഡിങ് പോർഷൻ വരെ എനിക്ക് ഭയങ്കര എൻഗേജിങ് ആയിരുന്നു. ആക്ച്വലി വേറെ ഒരു ലോകത്തേക്ക് കൊണ്ടുപോകാനാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. എൻ്റെ എടുത്തു പറയുന്ന സ്ക്രീൻ പ്ലേ തന്നെയാണ്. അതിൽ ആസിഫ് അലി ചെയ്ത ക്യാരക്ടറിൻ്റെ പേരാണ് വിവേക്. പുള്ളിക്കാരൻ പോലീസ് ഓഫീസറാണ്. പുള്ളിക്കാരൻ സസ്പെൻഷൻ കഴിഞ്ഞിട്ട് പുള്ളി മറ്റൊരു സ്റ്റേഷനിൽ ജോയിൻ ചെയ്യാണ്. ആ സമയത്ത് അവിടെ ഒരു കോൾ വരും. അപ്പോൾ ഒരാൾ സൂയിസൈഡ് ചെയ്തെന്ന് പറഞ്ഞിട്ട്, അപ്പോൾ സമയത്ത് അവിടെ ഇൻവെസ്റ്റിഗേഷന് വേണ്ടി പോകുമ്പം പുള്ളിക്കാരനെ മരിക്കുന്ന മുമ്പ് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു വെച്ചിട്ടാണ് പുള്ളിക്കാരൻ മരിക്കുന്നത്. 40 വർഷം മുമ്പുള്ളൊരു മർഡറിനെ പറ്റി പറയും. അപ്പോൾ പിന്നെ അതിൻ്റെ ഒരു ഇൻവെസ്റ്റിഗേഷൻ കാണാനൊക്കെയാണ്. പിന്നെ 40 വർഷം പുറകോട്ട് പോകും, പിന്നെ പ്രസൻറ്റിലേക്ക് വരും. അങ്ങനെ മാറി മാറിയാണ് ഇതിൻ്റെ കഥ പോകുന്നത്. അപ്പോൾ 40 വർഷം മുമ്പുള്ള ക്യാരക്ടേഴ്സും അതുപോലെ അതിൻ്റെ ആ സമയത്തുള്ള ക്യാരക്ടേഴ്സും പിന്നീട് ഇപ്പോൾ ഒരു പ്രസൻറ്റിലേക്ക് വരുന്നു. ആ ക്യാരക്ടർക്കാണ് ഇതിൻ്റെ മെയിൻ കാര്യങ്ങൾ വരുന്നത്. ആ സമയത്തുള്ള ക്യാരക്ടർ വീണ്ടും വരും. അപ്പോൾ ആ സമയത്ത് അവരെ പെർഫോമൻസ് കാര്യങ്ങളൊക്കെ ആണെങ്കിലും രക്ഷയിലായിരുന്നു ഓരോ ക്യാരക്ടർ ചെയ്തിരിക്കുന്ന ആൾക്കാർ. ഞാൻ എടുത്തു പറയുന്നില്ല, അതിൻ്റെ കഥയിലേക്കൊന്നും മുന്നോട്ട് പോകുന്നില്ല. ത്രില്ലിങ് ഞാനിത് കാണാത്ത ആളുകൾക്ക് എൻ്റെ ത്രില്ല് മിസ്സാവേണ്ട വെച്ചിട്ടാണ് അതിൻ്റെ സ്റ്റോറിയും കറക്റ്റെന്ന് പറയുന്നത്. ഞാൻ ക്യാരക്ടർമാരെ പെർഫോമൻസ് മാത്രം പറയുന്നുള്ളൂ. ആസിഫ് ചെയ്ത ക്യാരക്ടർ വിവേക് എന്ന് പറഞ്ഞ പോലീസ് ഓഫീസർ, പുള്ളിയുടെ പാരലൽ ഇൻവെസ്റ്റിഗേഷനും കാര്യങ്ങളൊക്കെ നൈസായിട്ടുണ്ടായിരുന്നു. എക്സ്പെഷ്യലി മാനസികമായ ഒരുപാട് സംഘർഷങ്ങൾ കാര്യങ്ങളൊക്കെയാണ് ആ ക്യാരക്ടറിൽ ആ ഇൻവെസ്റ്റിഗേഷനിൽ പുള്ളിക്ക് നേരിടേണ്ടി വരുന്നത്. അപ്പോൾ അതൊക്കെ പുള്ളിക്കാരൻ നല്ല നൈസായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ക്യാരക്ടർ ഓരോ ഇമോഷൻസ് സാധനങ്ങളൊക്കെ, എസ്പെഷ്യലി സെക്കൻഡ് ഹാഫിൽ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ നൈസായിട്ടുണ്ടായിരുന്നു. അതുപോലെ ഈ അനശ്വരരാജൻ ചെയ്ത ക്യാരക്ടർ വേറെ ലെവലായിരുന്നു. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്ന ക്യാരക്ടർ. എസ്പെഷ്യലി ഇമോഷണൽ ഒരുപാട് കണക്ട് ചെയ്യുന്ന ക്യാരക്ടറാണ്. എസ്പെഷ്യലി എൻ്റെ എടുത്ത് പറയേണ്ടത് സെക്കൻഡ് ഹാഫിൽ മേഘ തോമസും അതുപോലെ അനശ്വരരാജൻ തമ്മിൽ കുറച്ച് കോമ്പിനേഷൻ ചെയ്യുന്നുണ്ട്, അതൊക്കെ നൈസായിട്ടുണ്ടായിരുന്നു. ഈ നെട്ടിച്ച് ക്യാരക്ടർ എന്ന് പറയുകയാണെങ്കിൽ 2 ക്യാരക്ടേഴ്സാണ്. ഒന്ന് മനോജ് കിഷൻ, പുള്ളി പിന്നെ പറയേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയാലോ പുള്ളിയുടെ റേഞ്ച് എന്താണെന്നുള്ളത്. നല്ല പെർഫോമൻസ് ആയിരുന്നു. എക്സ്പെഷ്യലി ഓരോ പുള്ളിക്കാരോട് നോട്ടം കാര്യങ്ങളൊക്കെ ഉണ്ടായില്ല. വേറെ വൈബായിരുന്നു. ഇതിൽ ത്രൂ ഔട്ട് ക്യാരക്ടർ തന്നെയാണ്, പക്ഷേ ഡയലോഗ്സ് വളരെ കുറവാണ്. പക്ഷേ ഉള്ള സീന് ഇപ്പോൾ ഡയലോഗ്സ് വേണ്ട, പുള്ളിക്കാരോട് നോട്ടത്തെ തന്നെ മനസ്സിലാക്കുക ക്യാരക്ടർ എന്താണ്, ഡെപ്ത് എന്താണെന്നുള്ളത് കറക്റ്റായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ ഈ സെറിൻ ഷിയാബ് ചെയ്ത ക്യാരക്ടർ, പുള്ളിക്കാരി വേറെ ലെവലായിരുന്നു ഇതിൽ പെർഫോമൻസ്. സെക്കൻഡ് ഹാഫിലെ സീൻസൊക്കെ കിട്ടുമായിട്ടുണ്ടായിരുന്നു. എക്സ്പെഷ്യലി നൈറ്റ് ഷോട്ടൊക്കെ. സെറിൻ ഷിയാബ് എന്നുള്ളതൊക്കെ മനസ്സിലാവും വിചാരിക്കുന്നു. കഴിഞ്ഞ വർഷം നാഷണൽ അവാർഡ് കിട്ടിയ മൂവിയാണ് ആട്ടം എന്ന് പറഞ്ഞ മൂവി. അതിലെ ഹീറോയിനായിട്ട് അഭിനയിച്ച ആളായിരുന്നു പുള്ളിക്കാരാണ്. പുള്ളിക്കാരൻ ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്, നല്ല പെർഫോമൻസ് ആയിരുന്നു. പിന്നെ അതുപോലെ ഇതിൽ സായ് കുമാറുണ്ട്, സിദ്ദീഖ് വരുന്നുണ്ട്, ഇന്ദ്രൻസ്, നിഷാന്ത് സാഗർ ത്രൂ ഔട്ട് ക്യാരക്ടറാണ്. അതുപോലെ ശ്രീകാന്ത് മുരളി നല്ല ക്യാരക്ടറായിരുന്നു. ഒരുപാട് മരിച്ചുപോയ സംവിധായകൻ ഭരതൻ, അതുപോലെ ജോൺ പോളൊക്കെ ഈ മൂവിയിൽ വരുന്നുണ്ട്. ഇത് 40 വർഷം മുമ്പ് കാതോട് കാതോട് എന്ന് പറഞ്ഞ മൂവിയുടെ ഒരു ലൊക്കേഷനിലാണ് ഇതിൻ്റെ സ്റ്റോറി നടക്കുന്നത്. പിന്നെ ഇതിൽ ഡയറക്ടർ കമൽ അഭിനയിച്ചിട്ടുണ്ട്, ഇൻവോ സൈനിൽ വരുന്നുണ്ട്. എല്ലാവരും ഇതിൽ ഓരോ ക്യാരക്ടർ നല്ല പെർഫോമൻസ് ആയിരുന്നു.
ഞാൻ ആദ്യം പറഞ്ഞല്ലോ ഇതിൻ്റെ സ്ക്രീൻ പ്ലേ ആണ് ഈ പടത്തിലെ ഹീറോ എന്ന് പറയുന്നത്. എനിക്ക് ഈ മൂവി ഒരുപാട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ഇതെൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. നിങ്ങൾ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. കാണാത്തവരാണെങ്കിൽ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. അപ്പോൾ എല്ലാവർക്കും ശുഭദിനം. ഗുഡ് ബൈ.